കൺഗ്രാചുലേഷൻസ്. ഇനി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിച്ചാ പോരാ, കത്തിയെടുത്ത് കുത്തണം, കുത്തി കൊല്ലണം, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങണം. ഒരു ജീവപര്യന്തം എന്തായാലും കിട്ടും. നീ ജയിലിൽ പോയാൽ എനിക്ക് പുറത്ത് മനസ്സമാധാനമായിട്ട് കഴിയാം. അല്ലാതെ നിന്റെ കയ്യിൽ നിന്ന് ഒരു മോചനം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാപി ചെല്ലുന്നതൊക്കെ പാതാളമാണ്. അത് പാപിയുടെ സ്വഭാവത്തിന്റെ കുഴപ്പമാണ്. നാട്ടിലുള്ള ആൾക്കാരുടെ മുഴുവൻ സദാചാരം നോക്കാൻ നീ ആരാടാ? സന്മാർഗാനന്ദ സ്വാമികളോ? ഞാൻ വർമ്മ സാറിന് അസുഖമൊന്നുമില്ലല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല, മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇപ്പൊ തീരെ വരക്കാൻ പറ്റാതായല്ലേ? ആ, അത് മാത്രം അച്ഛന് വിഷമം. മോളെവിടേക്കാ കൂടെയൊക്കെ ആയിട്ട്? കടയിൽ വിൽക്കാൻ കൊണ്ടുപോവാ. ഒരെണ്ണം എനിക്ക് വെറുതെ തരുമോ? വെറുതെ തരൂല, കാശ് എന്നാ തരാം. ഭയങ്കര വായാടിയാ. വരട്ടെ. രാമേന്ദ്രൻ, ഞാനൊന്ന് പറയട്ടെ. പെടവണ കൂടുതലൊന്നും സംസാരിക്കണ്ട. നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞാൻ എന്ത് ചെയ്യുന്ന കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരായിട്ടുള്ള സംസാരം നിർത്തി. ഞാനൊന്ന് പറയുന്നത് കേൾക്കാം, എന്നിട്ട് നീ എന്നിട്ട് വളരെ വൈകി അറിഞ്ഞത്. കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. അച്ഛൻ ആ, അച്ഛാ വേണ്ട, ഇരുന്നോളൂ. അച്ഛന് മനസ്സിലായോ? രാവിലെ ഈ പണിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാ എന്റെ മോള്. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ബോഡിയിലേക്ക് മാറ്റി, വിവരമൊന്നും അറിയിച്ചിട്ടില്ല. ഇനിയിപ്പോ അറിയുമ്പോ അവിടെ ആരുണ്ട് കൂട്ടിന്? ഞാൻ ഇറങ്ങായി. ഉദയം വേണം എല്ലാവരെയും സമാധാനിപ്പിച്ച് നിർത്താൻ. എക്സൈസുകാരുടെ ജീപ്പ് പിറകിലുണ്ടെന്ന് തോന്നിയപ്പോഴാ അയാൾ സ്പീഡ് കൂട്ടിയത്. സാധനം മാറ്റി കഴിഞ്ഞു. ഞാനിപ്പോ എത്തിയുള്ളൂ സർ. ലോറി തല്ലിപ്പൊളിച്ചത് അതിനടുത്തുള്ള ചേരി താമസിക്കുന്നവരാണത്രേ. ഓക്കെ സർ. കൃഷ്ണമൂർത്തിയുടെ ആൾക്കാരോട് കളിക്കാൻ അവരായിട്ടില്ല. ഇനി നമ്മുടെ ഒരു വണ്ടി കണ്ടാൽ ആ ഭാഗത്തുള്ള ഒരു ഒറ്റ ഒരുത്തനും അടുക്കാൻ ധൈര്യമുണ്ടാവരുത്. വാ. അടിച്ചു പൊളിക്കടാ. ഒന്ന് എണീക്കാന്. മോളെ, ഇടി ഒന്ന് കഥ തുറക്കാൻ. മോളെ, നിന്നെ കാണാൻ കുറെ ആളുകൾ വന്നു നിൽക്കുന്നു. താഴത്തെ കോളനിക്കടുത്ത് താമസിക്കുന്നവരാണത്രേ. അവരുടെ വീടൊക്കെ ഏതോ റൗഡികൾ വന്ന് തല്ലിപ്പൊളിക്കുന്നെന്ന്. ഞങ്ങളെ വീട് കയറി തല്ലുന്ന പോലെ ആ ദുഷ്ടന്മാരെല്ലാം നശിപ്പിച്ചു. ഒന്ന് വന്ന് സഹായിക്കും. അതിന് ഞാനെന്ത് ചെയ്യാനാ?
നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറ. പോലീസ് സ്റ്റേഷനിൽ പോയി കരഞ്ഞു പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ നേരത്ത് ഞാൻ അവിടെ വന്നിട്ട് ഒരു കാര്യം എം എൽ എ വന്നു എന്ന് പറഞ്ഞാൽ പോലീസുകാർ വരും. ഒന്ന് വേഗം വരണേ മോളെ. ഞാൻ ഞങ്ങൾ വേറെ ആരോട് പോയി പറയാനാ? എല്ലാം അവര് നശിപ്പിച്ച മോളെ. എന്റെ മോനെ അവര് പിടിച്ചോണ്ട് പോയി. അവരെ തല്ലി കൊല്ലും. ഇത് കണ്ടോ? ഈ കുഞ്ഞിന്റെ ദേഹം മുഴുവനും പൊള്ളി. ഒന്ന് നോക്ക്. എന്റെ വീടല്ല അവര് തല്ലിപ്പൊളിച്ചു. ഇത്രയും കാലമായിട്ട് നേടിയെടുത്തതല്ല അവര് നശിപ്പിച്ചു. ഒന്ന് തല നനയ്ക്കാൻ ഇല്ല കുഞ്ഞു. നന്നായി. ഈ അർദ്ധരാത്രി തന്നെ MLA എത്തിയല്ലോ. പത്രക്കാർക്ക് എഴുതാം, അടുത്ത തെരഞ്ഞെടുപ്പിന് ഈ ഭാഗത്തുനിന്ന് കുറച്ച് വോട്ടും സംഘടിപ്പിക്കാം. ഒരു ഫോട്ടോഗ്രാഫറുകൾ കൂട്ടായിരുന്നില്ലേ? നാണമില്ലേ ജനങ്ങളുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞ് നടക്കാൻ? ഇവരൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് അസംബ്ലിയിലേക്ക് അയച്ചത് വെറുതെ ചമഞ്ഞ് നടക്കാനല്ല. എത്ര കുടുംബങ്ങളെ ഇവിടെ തകർന്നടിഞ്ഞെന്ന് നിങ്ങൾക്കറിയോ? അടികൊണ്ട് എത്ര പാവങ്ങളെ ഇവിടെ ആശുപത്രിയിലായെന്നറിയോ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാല് പിടിച്ച് കരഞ്ഞു നോക്കി, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ല. അതെങ്ങനെയാ? കൃഷ്ണമൂർത്തി സിംഹമല്ലേ? സിംഹത്തിനോട് ആരെങ്കിലും ഏറ്റുവിട്ടാൻ പറ്റുമോ? വന്നിരിക്കുന്നു എല്ലാം കഴിഞ്ഞപ്പോ സഹതാപം കാണിക്കാൻ. ഞാൻ സഹതാപം കാണിക്കാൻ വന്നതല്ല. എങ്കിൽ എന്റെ പെങ്ങള് ചെന്ന് 2 പോലീസുകാരെ ഇങ്ങോട്ട് അയക്കാവോ? കൃഷ്ണമൂർത്തിയുടെ ആളുകളാണ് ഇതൊക്കെ ചെയ്തത്. അവരയാളുടെ ഗോഡൌണിലുണ്ട്. അതിലൊരാളെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യിക്കാമോ? പറ്റില്ല. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ കോമരങ്ങളുടെ ദൈവമാണ് കൃഷ്ണമൂർത്തി. അയാൾക്കെതിരായി ഇവിടെ ഒരു ഇലയനങ്ങില്ല, ഒരു ഈച്ച പറക്കില്ല. അധോലോക നായകന്മാർക്ക് പണയം വെച്ചിരിക്കല്ലേ നിങ്ങളുടെയൊക്കെ മനസാക്ഷി? നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്തായാലും തല്ലിയവന്മാർ അവിടുന്ന് സ്ഥലം വിട്ടല്ലോ. അതോ അറസ്റ്റ് വരിക്കാൻ വേണ്ടി അവന്മാർ പോലീസിനെയും കാത്തവിടെ നിൽപ്പുണ്ടോ? എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യണമെന്നാ പറഞ്ഞത്. ചെയ്യാം. മുകളിൽ നിന്ന് ഉത്തരവൊന്ന് വന്നോട്ടെ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സ്ഥലത്ത് ഒരു കുഴപ്പം നടന്നാ നടപടിയെടുക്കാൻ സ്ഥലം എസ്ഐക്ക് അധികാരമില്ലേ? ആരും ആരുടെയും അധികാരം ദുരുപയോഗപ്പെടുത്താൻ പാടില്ലല്ലോ. ഞാൻ ഈ മേലുദ്യോഗസ്ഥന്മാരെ അല്പം ബഹുമാനിക്കുന്ന കൂട്ടത്തില. നടപടി വേണ്ടെന്ന് മേലുദ്യോഗസ്ഥന്മാര് പറഞ്ഞോ? ആ, സൂപ്രണ്ട് എത്തി. നേരിട്ട് പറഞ്ഞോളൂ. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ, ഒന്ന് മാറോ. നമസ്കാരം സർ. നമസ്കാരം. ആദ്യം ആൾക്കാരോട് പിരിഞ്ഞു പോകാൻ പറ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സംസാരിക്കാനൊന്നുമില്ല സർ. ആ ഗോഡൌൺ റെയ്ഡ് ചെയ്ത അക്രമികളെ ഇപ്പൊ തന്നെ കൈയോടെ പിടിക്കാം. മാഡം, ഡിപ്പാർട്ട്മെന്റിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. കാള പറ്റുന്ന കേട്ട ഉടനെ കയറെടുക്കാൻ ഓടുന്നവരല്ല പോലീസുകാർ. ദാ ആ നിൽക്കുന്നവരിൽ പലരും തല്ലുകൊണ്ടവരാണ്, ദൃക്സാക്ഷികളാണ്. വേറെന്ത് തെളിവാണ് പോലീസിന് വേണ്ടത്? ആദ്യമായിട്ടാണ് MLA ആകുന്നത് അല്ലേ? അതെ. ആ, അതാണ് ഈ ആവേശം. ജനങ്ങളുടെ കണ്ണിലുണ്ണിയാകാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പോലീസുകാരുടെ മേലെ കുതിര കയറുന്നത്. അല്ല സാർ, ഞാൻ പിന്നെ MLA എന്ന് പറയുന്നതേ അത്ര വലിയ സ്ഥാനമൊന്നുമല്ല. മുകളിൽ MP-മാരുണ്ട്, അതിന്റെ മുകളിൽ മന്ത്രിമാരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വകുപ്പിന്റെ കാര്യം നോക്കാനാണെങ്കിൽ തന്നെ ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൊണ്ട് മാഡം വീട്ടിൽ പോയിട്ട് സുഖമായി കിടന്നുറങ്ങ്, അതാണ് നല്ലത്. ഒന്ന് പറഞ്ഞേ. സോറി സർ, ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് പറ്റിയ അബദ്ധ. പരാതി കൊടുത്തല്ലോ. ആ, ഒരു കാര്യം, ഇത്രയൊക്കെ മതി. ഇനി നമ്മളോട് നിൽക്കണ്ട, പോവാം. ഇല്ല, പോലീസ് ആക്ഷൻ എടുക്കാതെ ഞാൻ ഇവിടുന്ന് വരുന്ന പ്രശ്നമില്ല. അല്ല, അത് രാജിക്ക് അറിയാത്തോണ്ടാ. കൃഷ്ണമൂർത്തിയുടെ ആൾക്കാരാ തല്ലുണ്ടാക്കിയത്. കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ആളൊരു മൂർഖനാ. അയാൾ ആരായി നമുക്കെന്താ? നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്? വന്നേ. ആ, ഇനി എല്ലാവരും ഇറങ്ങുന്നേ, ഒന്ന് ഇറങ്ങിക്കൂ. താവോട്ട് ഇറങ്ങിക്കൂ, ഒന്നിറങ്ങൂ. ആ, ശ്രദ്ധിക്കുക. ഏത് പാതിരാത്രിയിലും നമ്മുടെ MLA നമ്മോടൊപ്പം ഉണ്ടാവുന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ആ, അതിശക്തമായ രീതിയിൽ ഗുണ്ടകളെ അടിച്ചമർത്താൻ നമ്മുടെ MLA നിർദ്ദേശപ്രകാരം പോലീസ് ശ്രമിക്കുന്നതാണ്. അപ്പൊ എല്ലാരും പിരിഞ്ഞോളൂ. നമ്മൾ ആരും ഇപ്പൊ എവിടേക്കും പോകുന്നില്ല. റെയ്ഡിന് ഉത്തരവ് കൊടുക്കുന്നത് വരെ ഇവരോടൊപ്പം ഞാൻ ഇവിടെ കുത്തിരിക്കും.
കേട്ടിട്ടുണ്ട്. കാണുന്നത് ആദ്യമായിട്ടാ. ഞാൻ കൃഷ്ണമൂർത്തി. ചെറിയ തോതിൽ ബിസിനസ്സൊക്കെ ഉണ്ട്, കേരളത്തിനകത്തും പുറത്തും. അറിയാം. ഈ അടുത്ത ദിവസങ്ങളിൽ താങ്കളെപ്പറ്റി ഞാനും ഒരുപാട് കേട്ടു. അയ്യോ, കേട്ട അത്ര ഒന്നും ഞാനില്ല. ഇപ്പൊ ഇവിടെ വന്നത് തന്നെ എന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറ്റാനാ. എന്റെ ഗോഡൌൺ പോലീസ് റെയ്ഡ് ചെയ്തു. കുറെ ജോലിക്കാരെ പിടിച്ചോണ്ടുപോയി. അവരെന്തോ വീട് തല്ലി പൊളിച്ചുവെന്നോ ലോറി കയറ്റിയെന്നോ ഏതോ കുട്ടി മരിച്ചുവെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഇവരെ ഇല്ലാത്തവരല്ലേ, അങ്ങ് ക്ഷമിച്ചുകളാ. MLA ആയിട്ട് ആദ്യമായിട്ട് ഇടപെടുന്ന സംഭവം ആയതുകൊണ്ട് ഞാൻ നഷ്ടപരിഹാരം കൊടുക്കാം. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളത്. സ്പിരിറ്റ് കയറ്റിയ നിങ്ങളുടെ ലോറി നിയന്ത്രണമില്ലാതെ ഓടിച്ചു കയറ്റിയത് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിലേക്കാ. ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ ലോറി കേടുവരുത്തിയെന്നും പറഞ്ഞ് ഉറങ്ങിക്കിടന്ന് നിരപരാധികളായ ആളുകൾ വീട് കയറി തല്ലി. കൃഷ്ണമൂർത്തിക്കെതിരായി ഒരു ഈച്ച പോലും പറക്കാൻ പാടില്ല അത്രേ. പോലീസ് പോലും വരാൻ മടിച്ചു നിങ്ങളെ പേടിച്ചിട്ട്. മനസാക്ഷി ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും പാവങ്ങളെ ഉപദ്രവിക്കരുത്. ഈ കുറ്റപ്പെടുത്തലൊന്നും എനിക്ക് പുതുമയല്ല. കഴിഞ്ഞ കൊല്ലം ഇവിടെ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, എന്തോ പേര് മറന്നുപോയി. എന്നെ പറ്റി എന്നും എഴുത്താണ് പത്രത്തിൽ. ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കള്ളക്കടത്തും കൊലപാതകം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ദിവസം രാത്രി അയാൾ ഒരു ലോറി ഇടിച്ച് മരിച്ചുപോയി. ആക്സിഡന്റ് ആയിരുന്നു. പക്ഷെ ആളുകൾ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം ചെയ്യിച്ചതെന്നാ. അതുപോലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കവലയിൽ നിന്ന് അയാൾ വെല്ലുവിളിച്ചുത്രേ കൃഷ്ണമൂർത്തി ഒതുക്കുമെന്ന്. എന്റെ കഷ്ടകാലത്തിന് പിറ്റേ ദിവസം അയാളുടെ ശവം കൊണ്ട് കടപ്പുറത്ത് കിടക്കുന്നു. അതിനും ഞാൻ ചീത്ത പേര് കേട്ടു. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ജോലിക്ക് ആളെ വെക്കുന്നത് ജോലി ചെയ്യാനായിരിക്കണം, ഗുണ്ടായസത്തിനാവരുത്. ഏതായാലും കണ്ടതിൽ വളരെ സന്തോഷം. വരട്ടെ. ആൻഡോ, ഇവർ ഈ നാട് നന്നാക്കിയേ പോകൂ. എല്ലാരും വിട്ടോ? സർ, കുറച്ച് ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? സാറിന് വിഷമുണ്ടാക്കിയല്ലോ എന്നുള്ള പ്രയാസമേ ഉള്ളൂ. ഹേ, സാരമില്ല. MLAക്ക് ഷൈൻ ചെയ്യാൻ കിട്ടിയ സന്ദർഭമല്ലേ, നടക്കട്ടെ. അങ്ങനെ നിസ്സാരമായി കാണരുത് സാർ. പബ്ലിക്കിന്റെ മുമ്പിൽ നമ്മളെല്ലാം മോശക്കാരായി. പെണ്ണല്ലേ, പോട്ടെ. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. വ്യഭിചാര കുറ്റത്തിന് വരെ അവരുടെ പേരിൽ ഞാൻ കേസുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. പക്വതയില്ലാത്ത കുട്ടികള് അധികാരം കിട്ടിയ അഹങ്കാരം കൊണ്ട് പെട്ടെന്ന് മേലോട്ടൊന്ന് ചാടും. അത് താനെ അടയിക്കോളും. ഹലോ, അഡ്വക്കേറ്റ് രവിശങ്കര, എറണാകുളത്ത് നിന്ന്. കൃഷ്ണമൂർത്തിയാണ്. ആ പത്രം നമ്മളെ ഉപദ്രവിക്കാൻ തന്നെയാണോ പുറപ്പാട്? ഈ കത്തെഴുതിയതും പവിത്രം തന്നെയാണോ? ശരി. പവിത്രൻ ആരാണ് ഈ പവിത്രൻ? വായനക്കാരുടെ പേരിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പവിത്രൻ എഴുതിയ കത്ത് ഹൈക്കോടതി റിട്ടായി പരിഗണിച്ച് കേസെടുക്കാൻ പോവാത്രേ. കണ്ടില്ലേ? കണ്ടു. ഞാൻ അന്നേ ശ്രദ്ധിച്ചതാ കത്ത്. അനാഥാലയത്തിന്റെ മറവിൽ പെൺവാണിപ്പം നടത്തുന്ന ഒരു സംഘത്തിനെ പറ്റി എഴുതിയത്. കേസ് വന്നാൽ പല വമ്പന്മാരും കുടുങ്ങുമെന്നാണ് തോന്നുന്നത്. വമ്പന്മാരല്ല, എഡിറ്റർ അടക്കം ഞങ്ങളുടെ പത്രം തന്നെ കുടുങ്ങുമെന്നാ തോന്നുന്നത്. ഞാൻ അങ്ങേരോട് പറഞ്ഞിട്ടുള്ളതാ, ഈ വട്ടം പവിത്രന്റെ കത്തുകൾ ഒന്നും പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുതെന്ന്. അല്ലെങ്കിലും സത്യം തുറന്നു പറഞ്ഞവരെ നിങ്ങൾക്കൊന്നും പിടിക്കില്ലല്ലോ. അബ്കാർ ലേലത്തിലെ കള്ളക്കളികളെ പറ്റി ഒരിക്കൽ അയാൾ എഴുതിയ കത്ത് ഇവിടുത്തെ മന്ത്രിസഭയെ തന്നെ പിടിച്ചു കുലുക്കിയില്ലേ? എനിക്ക് അയാളെ ഒന്ന് പരിചയപ്പെടണം. ഈ ഉള്ള പരിചയക്കാരന് നിനക്കിപ്പോ കൂടുതലാ. മജീദെ, സ്നേഹം കൊണ്ട് പറയാണ്, നീ ഇനി അധികം പുറത്തിറങ്ങണ്ട. ഓഫീസിൽ ടെലിഫോൺ ബെല്ലടിക്കാൻ തുടങ്ങുമ്പോ എനിക്കിപ്പോ ഞെട്ടല. അടിപിടിയാണോ, കത്തിക്കുത്താണോ, ലോക്കപ്പാടോ എന്ന് അറിയില്ലല്ലോ. ദയവ് ചെയ്ത് ഇനി എന്നെ അധികം ഞെട്ടിക്കല്ലേ സ്നേഹിത.